അരളി മലരതേറ്റു പാടി 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 പുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം. ഗന്ധർവ കിന്നരി കേട്ടിൻ മനസ്സിന്റെ അലങ്കാര ചാർത്തുകൾ ഉലഞ്ഞു. ഗന്ധർവ കിന്നരി കേട്ടിൻ മനസ്സിന്റെ അലങ്കാര ചാർത്തുകൾ ഉലഞ്ഞു. അഗ്നിയിൽ ഞാനൊരു വിഗ്രഹമായി ദുന്ദുബീതൻ താളമേളം മേളം 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 പുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം. ആതിരരാവിൽ താലിയുമായി കുരവയിടാൻ കൂട്ടുകൂടി കുമ്മിയടിക്കാൻ കൂടെ വരില്ലേ ദേവി? പുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം. ഗുഡ് മോളെ. നൈസ് നൈസ്. താങ്ക് യു. അനഘ, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. എങ്ങനെയുണ്ടായിരുന്നു? എന്ത് തോന്നി? കുറെ കൂടെ റിലാക്സ്ഡ് ആയിരുന്നു. കഴിഞ്ഞാണോ വന്നപ്പോ ആ ഒരു ടെൻഷൻ ഒക്കെ പറഞ്ഞില്ല, ഇപ്പൊ അതൊക്കെ മാറിയോ? കുറച്ചുകൂടെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നീ വീണ്ടും തിരിച്ചതിലേക്ക് പോരുത്. ഓക്കെ, ചോദിക്കാം. എം ജി സർ, അനക്സ് അനക്സ് സ്റ്റൈല് വേണ്ട വിളിക്കാൻ. സ്റ്റൈലായിട്ട് വിളിച്ചതാ. ആരെങ്കിലും പറഞ്ഞു തന്നാണോ സർ? ഇല്ല, സത്യമായിട്ട് പറഞ്ഞില്ല. എന്നെ അർജുൻ അങ്ങനെ വിളിക്കാറ്. എനിക്കറിഞ്ഞൂടാ, ഞാൻ അർജുനുമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അർജുൻ ഫോണില് കോണ്ടാക്ട് സേവ് ചെയ്തത് എനക്സ് ലെബൻ. അപ്പൊ എന്തായാലും കൊള്ളാം, വിളിക്കാൻ ഒരു സ്റ്റൈലുണ്ട്. നമ്മളിപ്പം അനഖ എന്നൊക്കെ വിളിക്കുന്ന അനക്സ് നന്നായിട്ട് പാടി. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. അതിന്റെ നല്ലൊരു കൈഡിയ. എന്തൊരു പാട്ട്! അതിന്റെ BGMസും ബാക്കി ഇതെല്ലാം വന്നപ്പോഴേ സത്യം പറഞ്ഞാൽ സീറ്റിൽ നിലയിൽ ചാടാൻ തോന്നി. മോള് പാടിയത് നന്നായിരുന്നു. കുറച്ചുകൂടെ രാഗഭാവം വന്ന കൊള്ളാം എന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇത് ആരഭിയാണെങ്കിലും ബീജത്തിലൊക്കെ ഞാനിപ്പോൾ അണ്ണാച്ചിയായിട്ട് ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ബീജത്തിലൊക്കെ മാറ്റങ്ങളുണ്ട്. എന്നാലും ആരഭിയുടെ ഒരു ഔട്ട്ലുക്കാണ് മൊത്തത്തിൽ അണിഞ്ഞിരിക്കുന്ന ആരഭി വെച്ചിട്ടാണ്. നന്നായിരിക്കുന്നു. പിന്നെ ഈ കാതിൽ അതൊന്ന് പാടിക്കും. കാതിൽ പൂത്തോടയുമായി കാലിൽ കാലിൽ ആ ഒരു മകരസരേ കാലിൽ 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 ആ പൊൻചി പൊൻചിലമ്പണിഞ്ഞ് നാനേന ദാമാപ ആ നോട്ട് പൊൻചിലമ്പണിഞ്ഞ് ശ്രുതി കേട്ടോ. പിന്നെ തക്കിട്ട 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 ആ താളത്തില് മനസ്സിലാ താളം ഉൾക്കൊണ്ടുകൊണ്ട് പാടണം, ഇല്ലെങ്കിൽ തളർന്നു പോവും. തരളമിഴിയിൽ മദന ഗേബയിൽ അങ്ങനെ പോവാതെ. അതെ, ഓരോ അക്ഷരത്തിനും ഓരോ ചെറിയ പ്രസിങ്. അതെ, തരളമിഴിയിൽ അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കി. അലരി മലരതേറ്റു പാടി അലരി മലരതേറ്റു അലരി മലരതേറ്റു പാടി 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 പാടി. അതാണ് വേണ്ടത് കേട്ടോ. പിന്നെ എൻ്റെ തുണ്ടുപല്ലവിൽ പാടിയ ആ സംഗതി സൂപ്പറായിരുന്നു കേട്ടോ. പുടമുറി കല്യാണത്തിൻ്റെ ഒരു സംഗതി പാടിയല്ലോ. ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മെയിനായിട്ട് തോന്നിയത് രാഗഭാവം 1, പിന്നെ ഈ ചേഞ്ച് ഓവർ വരുമ്പോഴത്തേക്ക് അതിന് ഒന്ന് അടിച്ച് പാടുക, ആ താളത്തിലോട്ട് വീഴുക. 3 ശ്രുതി. ഇത് 3 ശരിയായി കഴിഞ്ഞാൽ സൂപ്പർ.
പിന്നെ ശബ്ദം, നല്ല ശബ്ദമാണ്, ബ്യൂട്ടിഫുൾ പ്ലസന്റ് വോയിസ് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്. താങ്ക് യു സർ. ശരത് സർ. നല്ല പാട്ട്, നല്ല ഐശ്വര്യമുള്ള ഒരു പാട്ട്. ഈ പാട്ടിൽ ചേരുന്ന പോലൊരു വേഷം അനഘയെ കാണാൻ വളരെ സുന്ദരിയായിട്ട്. എപ്പോഴും സുന്ദരിയാണല്ലോ അല്ലേ? ഓഹോ, അത് ശരി. ഞാൻ ചുമ്മാ ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചാ പറഞ്ഞത്. അല്ല, സത്യമാണ് കേട്ടോ. യു ആർ ലുക്കിംഗ് ഗുഡ്. അനഘെ, നല്ല പാട്ട്. എനിക്ക് ആ ഈ കാതിൽ അത് അതിന്റെ എൻ്റെ ഒന്ന് കൃത്യമാക്കാമോ? കാതിൽ പൂത്തോടയുമായി കാലിൽ പൊൻചീലമ്പണിഞ്ഞ് പൊൻചീലമ്പണിഞ്ഞ് അതൊന്ന് കറക്റ്റ് ചെയ്യുമോ? അതൊന്ന് ശരിയായിക്കൊള്ളുക. പിന്നെ അതുപോലെ ഈ തൃശ്ശരമാണ് അണ്ണൻ പറഞ്ഞത്, അത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അത് കൃത്യമായിരിക്കണം. അപ്പോൾ അപ്പോഴാണ് അതിനൊരു അഴകുണ്ടാവുന്നത്. കുറച്ച് മാറിപ്പോയാൽ അയ്യോ എന്ന് തോന്നുന്നു നമുക്ക്. അതൊന്ന് നോക്കിക്കൊള്ളുക. പിന്നെ ചരണത്തിന്റെ എൻഡ് ലൈൻ ഒന്ന് പാടാമോ? തിസ്രം അത് തന്നെ വരുന്നത്. തൃശ്ശരം. അത് പാടിക്കോ. മദനലളിതമപരിമേയം രണരണകരരുധിരഭാവം രുധിരഭാവം രുധിരഭാവം രണരണകരരുധിരഭാവം രണരണകരരുധിരഭാവം ദുന്ദുഭീതൻ താളമേളം മേളം 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 മേളം. ഓക്കെ. അതുപോലെ ഈ ലാസ്റ്റ് പല്ലു എനിക്ക് അത്രയ്ക്കൊരു ഗും തോന്നിയില്ല. ഒരു മൊത്തത്തിൽ ഒരു കൺട്രോൾ ഇല്ലായ്മ ഫീൽ ചെയ്യും. അത് മാത്രമല്ല, എൻ്റെ എൻഡ് ഒന്ന് പാടി നിർത്താമോ? പുടമുറി കല്യാണം ദേവി എനിക്കിന്നു മാംഗല്യം. ഇങ്ങനാണോ നിർത്തിയത്? എനിക്കിന്നു മാംഗല്യം. ഒന്നും കൂടെ ചേരാ. ഈ പറഞ്ഞ സത്യമാണോ? ഒന്ന് എനിക്കിന്ന് മാംഗല്യം അല്ലല്ലോ. അല്ല, കാര്യം ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ചോദിച്ചത്. അത് കള്ളമാണ് സാർ, സത്യമല്ല. അപ്പൊ എന്തെങ്കിലും എല്ലാം നന്മയും ഉണ്ടാവട്ടെ അനഘ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി. അനഘ മോളെ, നല്ല പാട്ട് സെലക്ഷൻ, നന്നായി പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. കാരണം ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇതെങ്ങനെ പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. മോള് കുറേ ശ്വാസം എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, എന്നാലും തട്ടലും മുട്ടലില്ലാതെ അങ്ങ് പോയി, 4 കാലിൽ വന്ന് വീണു. എനിക്കിഷ്ടപ്പെട്ടു ആ ഫസ്റ്റ് പല്ലവിയൊക്കെ. രസമുണ്ടായിരുന്നു മോള് പാടുന്ന കേൾക്കാൻ. അത് ഒരു കുഞ്ഞു ശബ്ദത്തിൽ അത് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞ് ശ്രുതി പെർഫെക്ഷൻസ്, പിന്നെ അതേപോലെ സാർ എല്ലാം പറഞ്ഞു. ഞാൻ നോട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും സാർ പറഞ്ഞു. അതാ സംഗതികളിൽ വന്ന ഒരു ചെറിയ ഫൈൻനെസ് കുറവ്. ആ ലാസ്റ്റ് പല്ലവി എനിക്ക് തോന്നുന്നു ആ മറ്റേതൊക്കെ പാടി തീർത്ത് ചരണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആശ്വാസമായി, ഇനി തീർന്നല്ലോ, അവിടെ എത്തിയല്ലേ. ആ ലാസ്റ്റ് പല്ലവിയിലാണ് എനിക്ക് തോന്നി അത് കുറച്ചുകൂടെ ഭംഗിയാക്കാമായിരുന്നു അനഘയ്ക്ക്. അപ്പോഴത്തേക്ക് ടയേർഡായി, ആള് ക്ഷീണിച്ചു. അപ്പോൾ അതൊന്ന് ആ ശ്വാസം വലിയ കുഴപ്പമില്ലാണ്ട് മോളെ ഹെൽപ്പ് ചെയ്തു. പാടാനൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അത് നമ്മൾ അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അത് മാറ്റിയെടുക്കണം എന്നെനിക്ക് തോന്നി. അല്ലാതെ മോളുടെ വോയിസ് നല്ല ക്യൂട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അനഘയിൽ, പഴയ പോലെയല്ല, ഒരുപാട് മാറി. പിന്നെ ആ ഒരു ബോഡി ലാംഗ്വേജിലും ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് നല്ലതാ. നൈസ്. നമ്മുടെ ഓർക്കസ്ട്രയും അടിച്ച് പൊളിച്ച് വായിച്ചു, സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു ചേച്ചി. ഇക്ക നന്നായിട്ട് പാടി അനഘ. താങ്ക് യു സർ. എനിക്ക് പറയാനുള്ളത് അനഘയ്ക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഡെഫിനറ്റ്ലി കാണുന്നുണ്ട് കേട്ടോ. ഇത്ര പെട്ടെന്ന്. അതെ, ഷടയെന്ന് പറഞ്ഞിട്ടൊരു ഇംപ്രൂവ്മെന്റ്. 1 മണിക്കൂർ കൊണ്ട് വൻ ഇംപ്രൂവ്മെന്റ് ഒക്കെ. മോളെ നന്നായിട്ട് പാടി. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇതിപ്പോ ആ ഒരു ട്രിപ്ലറ്റിലേക്ക് മാറുന്ന സമയത്ത് ആ ഒരു ഈവൻ അതിൻ്റെ ഒരു ഡിലേ പോലെയാണല്ലോ അത് വരുന്നത്. ഇപ്പം ആ ഒരു പാടി അതുപോലെ മേളം എന്ന് പറയുന്ന ഒരു ഡിലേ, അതിൻ്റെ കൃത്യമായിട്ട് ഒരു എക്സ്ക്യൂസ്, പിന്നെ ഡിലേ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് ആ ഒരു ലോക്കിൽ വീണില്ലെങ്കിൽ ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യില്ല. അതിന് ആക്ച്വലി ഒരു ക്വാണ്ടിറ്റൈസ്ഡ് ഫീൽ വേണം, എന്നാലേ ആ ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ. അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കി പിന്നെ ഈ പറഞ്ഞ പോലെ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ കാതിൽ, അത് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പിന്നെ ഈ ട്രിപ്ലറ്റിലേക്ക് ഒറ്റ ചാട്ടമാണ് ചാടുന്നത്, അല്ലാതെ ഒരു ബ്രിഡ്ജ് വന്നിട്ട് നേരെ
ട്രിപ്പിളിലേക്ക് ചാടുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെയാണ് സ്വിച്ച് ചെയ്യണേ. അപ്പം അത് ഒന്ന് ലോക്കിൽ വീഴ്ത്തുക എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. ഓർക്കസ്ട്രയും സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര ഫീലായിരുന്നു. പിന്നെ അതുപോലെ ഡ്രസ്സും ആ ഒരു മൂഡ് ക്രിയേഷനൊക്കെ അടിപൊളി. ഈ ഡിലേ കൃത്യമായിട്ട് വീണില്ലെങ്കിൽ ഒരു എന്തോ പോലെ, അതൊന്ന് ശ്രദ്ധിക്കാം. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് വെക്കാം. MG സർ, അനക്സിന്റെ ഇന്നത്തെ പെർഫോമൻസിന് 8.7. താങ്ക് യു സർ. ഷാനിക്ക, 8.7. താങ്ക് യു സർ. ചേച്ചി, ചക്കരെ 8.8. താങ്ക് യു മാം. ശരത് സർ, കിട്ടും. ഓക്കെ. സോ ടോട്ടൽ 26.2. താങ്ക് യു. ഓക്കേടാ.